ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കാണാം നെതർലൻഡ്സിലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്കിപ്പം വീട്ടിൽ കുറേ വലിയ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫെസിലിറ്റി ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ഹാവേസെ എന്ന് പറഞ്ഞ അതിൻ്റെ കാർഡുണ്ട്. അതെടുത്ത് വന്ന് നമുക്ക് ഒരു വലിയ ഏരിയയിൽ നമ്മുടെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വരാൻ പറ്റും. ഇതാണ് നമ്മുടെ കുറേ വേസ്റ്റ് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഡിസ്പോസ് ചെയ്യണം. ഞങ്ങളൊരു പുതിയ കബോർഡ് മേടിച്ച് അസംബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പഴയ കബോർഡൊക്കെ പൊളിച്ച് കളഞ്ഞ് അതൊക്കെ ഡിസ്പോസ് ചെയ്യാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ വന്നപ്പോൾ കുറച്ച് നേരത്തെ ആയിപ്പോയി. 9 o'clock ഇത് തുടങ്ങുന്നത് തുറക്കാൻ. അപ്പോൾ ഇപ്പോൾ സമയമായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടെ നമുക്ക് അകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മെഷീൻ കാണാം. അവിടെ നമ്മുടെ ഹാവേസെ കാർഡ് നേരത്തെ പറഞ്ഞത് അത് സ്കാൻ ചെയ്താൽ നമുക്ക് അത് തുറന്ന് കിട്ടും. പിന്നെ നമുക്ക് ആ റീസൈക്ലിംഗ് സെൻറ്ററിലേക്ക് എൻറ്റർ ചെയ്യാം. അവിടെ പല പല ബോക്സസും കണ്ടെയ്നേഴ്സും അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേസ്റ്റ് ഇടാനുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് നമുക്ക് നോക്കി നമ്മുടെ വേസ്റ്റ് ഇടണം. ഗ്ലാസ്സിന് സെപ്പറേറ്റ്, വുഡിന് സെപ്പറേറ്റ്, അങ്ങനെ പല പല ഐറ്റംസിന് എല്ലാം സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സും സ്പേസസും അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒത്തിരി ബൾക്കി വേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെ ഫോൺ ചെയ്ത് നമ്മുടെ ഏരിയയിലേക്ക് വരാനും പറയാം. അപ്പോൾ അവർ വന്ന് കളക്ട് ചെയ്തും പോയിക്കോളും. പിന്നെ നമുക്കുള്ള ഡെയിലി വേസ്റ്റൊക്കെ നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് ചെയ്താണ് വീട്ടിൽ വെക്കുന്നത്. പേപ്പർ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റും പിന്നെ ബാക്കിയുള്ള വേസ്റ്റിന് വേറെ ഒരു കണ്ടെയ്നറും. അത് കളയാനുള്ളത് നമുക്ക് എവറി വീക്ക് അവർ വരും. ഇപ്പോൾ എവറി വീക്ക് നമുക്ക് അതിൻ്റെ കണ്ടെയ്നർ കൊണ്ടുപോയി ഒരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി വെക്കണം. പിന്നെ അങ്ങനെ അവർ കളക്ട് ചെയ്ത് പോയിക്കോളും. ഇവിടെ നമുക്ക് കാണാം പോസ്റ്റിൽ നമ്പറും പിന്നെ എന്താ കളയേണ്ടത് അതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമ്മളുടെ വേസ്റ്റ് കളഞ്ഞാൽ മതി. അങ്ങനെ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ് ഇവിടെ. അങ്ങനെ പല പല വേസ്റ്റിൻ്റെ ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയാണ് ഹൗട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ഹൗട്ട് എന്ന് പറഞ്ഞാൽ വുഡിൻ്റെ തിങ്സൊക്കെ ഇതിനകത്ത് നമ്മൾ കളയും. അങ്ങനെ നമ്മൾ വുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും ഒക്കെ ഇട്ട് ഇനി കുറച്ച് ക്ലോത്ത്സും കൂടെ കളയാനുണ്ട്. അതിൻ്റെ സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ എല്ലാത്തിലും ഓരോരോ നമ്പേഴ്സും അതിൻ്റെ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. എല്ലായിടത്തും നമ്മൾ പോകുന്ന ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഡ്രൈവ് ചെയ്ത് തന്നെയാണ്. ഇത്രയൊക്കെ വേസ്റ്റ് ഇടുന്ന സ്ഥലമാണെങ്കിലും ഫുഡ് വേസ്റ്റും എല്ലാം ഇടുന്ന സ്ഥലമാണ്. എന്നാലും ഒരു സ്മെല്ല് പോലും ഇവിടെ നമുക്ക് ഇല്ല. ഒരു ബാഡ് സ്മെൽ വരുന്നില്ല ഇവിടെ. ആണ് ക്ലോത്ത്സിൻ്റെ ഏരിയ കുറച്ചൊക്കെ താഴെ ആരാണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ നമുക്ക് എക്സിറ്റ് അടിച്ച് പുറത്ത് പോവാം. എല്ലാ വേസ്റ്റും ഇട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെയും നമുക്കിവിടെ നമ്മുടെ കാർഡ് കാണിക്കണം. അപ്പോൾ ഇത് തുറക്കും. വേസ്റ്റ് കളക്ഷൻ സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഷിപ്പ് വരുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് മുന്നിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അവർ വേസ്റ്റൊക്കെ സോർട്ട് ചെയ്ത് റീസൈക്ലിംഗ് ചെയ്യാൻ കൊണ്ടുപോകും. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ്. അതുകൊണ്ട് അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു
റിക്രിയേഷണൽ പാർക്കുണ്ട്, സ്പാൻവാർഡ് എന്ന് പറഞ്ഞത്. അടുത്ത് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. ആക്ഷൻ പ്ലാനറ്റും ഏതാണ്ടൊക്കെ ഉണ്ട് അവിടെ, ആക്ടിവിറ്റീസും ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മളുള്ള സ്ഥലം സ്പാൻവാർഡ് റിക്രിയേഷണൽ ഏരിയയിലാണ് ഉള്ളത്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം ഒരു ജീപ്പ് നിൽക്കുന്നത്. ജീപ്പിൽ ഓഫ് റോഡ് ചെയ്യാൻ പറ്റും, പിന്നെ മൗണ്ടൻ ബൈക്കിങ്ങും പിന്നെ ആർച്ചറിയും, അങ്ങനെ പല ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ റോഡ് അത് ഹൈവേ ആണ്, ആംസ്റ്റർഡാമിലേക്ക് പോകുന്ന റൂട്ടാണത്. നമ്മൾ കണ്ട ആ ജീപ്പ് ഓടിക്കുന്ന സ്ഥലം അവിടെയൊക്കെ ഇവിടുന്ന് കാണാം നമുക്ക്. ഇവിടെ ഒരു ഫുട്ബോൾ ക്ലബുണ്ട്. ഈ റോഡിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്തേക്കുന്നത് കാണാം, റെഡ് സൈഡാണ് സൈക്കിൾ പോകുന്ന ഏരിയ. ഇതാണ് ഫുട്ബോൾ ക്ലബ്ബ്. നല്ല ഭംഗിയുള്ള ഏരിയാസ് ആണ്. വിൻ്റർ ആയതുകൊണ്ട് ട്രീസിൽ കണ്ട ഒരു ഇല പോലും ഇല്ല. ഇത് നമ്മുടെ ഏരിയയിൽ വന്ന പുതിയ ഒരു ഹൗസിംഗ് ഏരിയ ആണ്. ഇപ്പോഴും കുറേ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്, പിന്നെ കുറേ ആൾക്കാർ താമസിക്കാൻ ഓൾറെഡി വന്നിട്ടുമുണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വേറെ ഒരു റഗ്ബി ഫീൽഡാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ടെന്നീസ് കോർട്ടുണ്ട്, പിന്നെ ഒരു പാഡൽ കോർട്ടുമുണ്ട്. പാഡൽ എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ അത് ലോൺ ടെന്നീസിനെ പോലെ തന്നെ ആയിരിക്കും, പക്ഷേ ബാറ്റും ഡിഫറെൻറ്റാണ്, അതിൻ്റെ റൂൾസ് കളിക്കുന്നതും ഡിഫറെൻ്റാണ്. പണ്ട് നമ്മൾ സമ്മർ ടൈമിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ കുറേ നാളായി നമ്മൾ കളിച്ചിട്ട്. ഒരു ഹോഴ്സിൻ്റെ സ്ഥലമുണ്ട്. ഹോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഹോഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. ഹോഴ്സ് ഉണ്ട് അവിടെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗിൽ. ഇനി കാണാം നെക്സ്റ്റ് വ്ളോഗിൽ. ബൈ ബൈ.